സമാധാന ചർച്ച പരാജയപ്പെട്ടതോടെ ഇറാനെ വരുതിയിലാക്കാൻ കടുത്ത നീക്കവുമായി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിൽ നാവിക ഉപരോധം തുടങ്ങി ഇറാൻ തുറമുഖങ്ങളിലേക്ക് എത്തുന്നതും പുറപ്പെടുന്നതുമായ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ തടയും. നീക്കം ചെറുത്താൻ ഇറാനിയൻ കപ്പലുകളെയും തകർക്കും എന്നതാണ് ട്രംപ് പറയുന്നത്. എന്നാൽ യുദ്ധം വീണ്ടും ഉണ്ടായാൽ അമേരിക്കയ്ക്ക് തടുക്കാൻ കഴിയാത്ത യുദ്ധമുറ പുറത്തെടുക്കുമെന്നതാണ് ഇറാൻ പറയുന്നത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, ഈ ഒരു യുദ്ധം അവസാനിക്കുന്നു എന്നതായിട്ടുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സമാധാന ചർച്ച പരാജയപ്പെടുന്നതിന് പിന്നാലെ ഈ ഒരു ഇറാനെ വരുതിയിലാക്കാൻ തന്നെയാണ് അമേരിക്കയുടെ നീക്കം എന്ന് പറയുന്നത്. ഹോർമൂസിൽ അമേരിക്കയുടെ നാവിക ഉപരോധം ആരംഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഇറാനുമായുള്ള അമേരിക്കയുടെ സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയും അതുപോലെ തന്നെ ഇറാൻ നൽകിയ സമയപരിധി അവസാനിച്ചതിന് പിന്നാലെയുമാണ് ഇപ്പോൾ ഒരു കടുത്ത ഉപരോധം ഇറാന് മേൽ US നാവികസേന ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇറാനിലെ പ്രധാനപ്പെട്ട തുറമുഖ നഗരം അല്ലെങ്കിൽ വാണിജ്യ കടലിലേക്കായിട്ടുള്ള ഹോർമൂസ് ആണ് പ്രധാനമായും അമേരിക്ക ഉന്നം വെക്കുന്നത്. ഹോർമൂസിൽ കടന്നു വരുന്ന അല്ലെങ്കിൽ ഹോർമൂസിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കപ്പലുകളെല്ലാം തടയുമെന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ നാവിക ഉപരോധം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ട്രംപിൻ്റെ തീരുമാനപ്രകാരം നാവിക ഉപരോധം അനിശ്ചിത കാലത്തേക്ക് തുടരും എന്നാണ് ഇപ്പോൾ US നാവികസേന അറിയിക്കുന്നത്. നമുക്കറിയാം, ഏകദേശം പ്രതിദിനം 135ഓളം കപ്പലുകളാണ് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്കും വ്യാപാര കപ്പലുകൾ എത്തുന്നത്. അത് പൂർണ്ണമായി തടസ്സപ്പെടുകയാണെങ്കിൽ ആഗോള സാമ്പത്തിക മേഖല അതൊരു പ്രതിസന്ധിയിലേക്ക് കടക്കും. ഇതിന് പിന്നാലെയാണ് അല്ലെങ്കിൽ ഇറാൻ ഒരു വലിയ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സംഘർഷ സാഹചര്യം തുടർന്നാൽ അമേരിക്ക കാണുന്നതിനേക്കാൾ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് തടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പുതിയ യുദ്ധമുറകളെല്ലാം ഇറാൻ പരീക്ഷിക്കുമെന്നാണ് ഇറാൻ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മറുപടി. ഈ ഹോർമൂസ് കടലിടുക്ക് വഴി കടക്കുന്ന പ്രധാനപ്പെട്ട കപ്പലുകൾ തടയുക അല്ലെങ്കിൽ പൂർണ്ണ കപ്പലുകൾ തടയുകയും ഇടപെടുകയും ചെയ്യുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. അല്ലെങ്കിൽ ട്രംപ് നൽകിയ ഭീഷണി. കഴിഞ്ഞ ദിവസമായിരുന്നു ട്രംപിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഭീഷണി പുറത്തു വന്നത്. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു പ്രധാനപ്പെട്ട ഭീഷണി. തങ്ങൾക്ക് നേരെ അടുക്കുന്ന ഇറാൻ്റെ കപ്പലുകൾ അത് കത്തിച്ചു കളയും അല്ലെങ്കിൽ ചുട്ട് ചാമ്പലാക്കുമെന്നായിരുന്നു ട്രംപ് നൽകിയ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ്. അങ്ങനെ സംഘർഷം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് അത് സംഘർഷം വ്യാപിക്കുന്നു. ഇറാനിന് മേലുള്ള ഇറാനും അമേരിക്ക സമാധാന ചർച്ചകൾ അത് പരാജയപ്പെട്ടതും ഇറാന് നൽകിയ സമയപരിധി അത് അവസാനിച്ചതിന് പിന്നാലെയുമാണ് ഒരു കടുത്ത നാവിക ഉപരോധം ഇറാനുമേൽ ഏൽപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ഇറാനിൻ്റെ കരസേനകളെല്ലാം ഇപ്പോൾ സജ്ജമായിരിക്കുന്നു. അല്ലെങ്കിൽ നാവികസേനകളെല്ലാം ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നാവികസേനയും കടുത്ത തയ്യാറെടുപ്പിലേക്ക് കടക്കുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. അമേരിക്കയുടെ നീക്കത്തിനെതിരെ ഗുരുതര അല്ലെങ്കിൽ അതീവ ജാഗ്രതയോടെയാണ് ഇറാൻ്റെ സൈന്യം നോക്കുന്നത്. ഏതൊരു ഘട്ടത്തിലും പ്രതിസന്ധി ഉണ്ടായാൽ അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടായാൽ അതിന് തടയാനുള്ള മുന്നറിയിപ്പുകളും അതുപോലെ തന്നെ തയ്യാറെടുപ്പുകളും തങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് ഇറാൻ നൽകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. തങ്ങളുടെ തുറമുഖങ്ങൾക്ക് നേരെ ഭീഷണി ഉണ്ടായാൽ പേർഷ്യൻ ഗൾഫിലെയും ഒമാൻ കടലിടുക്കിലെയും തുറമുഖവും ഒരു സുരക്ഷയും ഉണ്ടായിരിക്കില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുരക്ഷ എല്ലാവർക്കും ബാധകമാണ്. അല്ലെങ്കിൽ ഇറാൻ മേലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ നിർത്തിവെക്കണം എന്നാണ് പ്രധാനമായും ഇറാൻ നൽകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. അല്ലെങ്കിൽ പേർഷ്യൻ തുറമുഖങ്ങളിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളൊന്നും സുരക്ഷിതമായിരിക്കില്ല. സുരക്ഷിതത്വം ഉറപ്പാക്കണം അല്ലെങ്കിൽ വരുത്താൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ നൽകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. അതേസമയം തന്നെ സംഘർഷം മറ്റൊരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ വ്യാപാര മേഖലയിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ആഗോള വ്യാപാര മേഖലയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിലേക്ക് കപ്പൽ ഗതാഗതം അത് സ്വതന്ത്രമാക്കണമെന്നാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ നൽകിയ മുന്നറിയിപ്പ്. സമാധാന ചർച്ചകൾ തുടരണമെന്നും ഇപ്പോൾ UN
ഒരു നിർദ്ദേശം ഇരു രാജ്യങ്ങളിലേക്കും ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ നഷ്ടപരിഹാരം നൽകണമെന്നും ഐക്യരാഷ്ട്രസഭ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം GCC രാജ്യങ്ങളിലേക്കായിരുന്നു ഇറാൻ പ്രധാനമായും ആക്രമണം നടത്തിയത്. GCC രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണത്തിൽ GCC രാജ്യങ്ങളിലെ പല വാണിജ്യ കേന്ദ്രങ്ങൾ തകരുന്ന സാഹചര്യം, GCC രാജ്യങ്ങളിലെ ആളുകൾക്ക് പരിക്കേൽക്കുന്നതും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും സംഘർഷം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴായിരുന്നു അത് സംഘർഷം മറ്റ് വാണിജ്യ വ്യാപാര മേഖലയിലേക്ക് അല്ലെങ്കിൽ വാണിജ്യ വ്യാപാര മേഖല പ്രതിസന്ധിയിലാകുന്ന ഹോർമോസ് കടലിടുക്കിലേക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം അതിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ട്രംപിൻ്റെ അഭ്യർത്ഥന പ്രകാരം അല്ലെങ്കിൽ ട്രംപ് നിശ്ചയിച്ച പ്രകാരം ഒരു അനിശ്ചിത കാലത്തേക്ക് ഈ നാവിക ഉപരോധം ഉണ്ടാകുമെന്നാണ് US നാവികസേന വ്യക്തമാക്കുന്നത്. ദീപ്തി, ശരി, എന്തായാലും സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇറാനെ വരുതിയിലാക്കാൻ തന്നെയാണ് അമേരിക്കയുടെ നീക്കം. ഹോർമൂസ് കടലിടുക്കിൽ നാവിക ഉപരോധം ആരംഭിച്ചിരിക്കുകയാണ്. ഇറാൻ തുറമുഖങ്ങളിലേക്ക് എത്തുന്നതും പുറപ്പെടുന്നതുമായ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾ തടയുമെന്നതാണ് മുന്നറിയിപ്പ്. നീക്കം ചെറുത്താൽ ഇറാനിയൻ കപ്പലുകളെയും തകർക്കും എന്നതാണ് ട്രംപ് പറയുന്നത്. എന്നാൽ യുദ്ധം വീണ്ടും ഉണ്ടായാൽ അമേരിക്കയ്ക്ക് തടുക്കാൻ കഴിയാത്ത യുദ്ധമുറ പുറത്തെടുക്കും എന്നതാണ് ഇറാൻ പറയുന്നത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.